നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 243 സീറ്റുകളിലേക്കുള്ള പോളിംഗ് 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട തിരിമറി തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് അതിൽ വലിയ രീതിയിലുള്ള ടാപ്പറിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇടപെട്ട് അത് തിരികെ അയച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിത് അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അയച്ച തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കൊള്ളാത്ത വോട്ടിംഗ് മെഷീനുകൾക്ക് ബദലായി കൊണ്ടുവന്ന മെഷീനുകളിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. 60ഓളം മണ്ഡലങ്ങളിൽ ഉപയോഗിക്കുന്ന മെഷീനുകൾക്ക് വലിയ രീതിയിലുള്ള കൃത്രിമത്വം, ടാപ്പറിംഗ് നടക്കും എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം, പ്രതിപക്ഷ നേതാവ് നേരിട്ട് ബീഹാറിൽ വൻ റാലികൾ നടത്തി വോട്ട് ചോരി സന്ദേശം എന്തിൻ്റെ പേരിലാണ് നടത്തിയത്? ഈ രാജ്യത്തെ കട്ടുമുടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ള വലിയ തോതിലുള്ള ഒരു പോരാട്ടമാണ് ആ മനുഷ്യൻ നടത്തുന്നത്. രാഹുൽ ഗാന്ധി ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പപ്പുമോൻ എന്നും വിഡ്ഢിവേഷം കെട്ടുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞ് ചൂഷണം ചെയ്യാനും അദ്ദേഹത്തിനെ തേജാവധം ചെയ്യാനും ഒക്കെ ഒരുപാട് നേതാക്കൾ ശ്രമിക്കുമ്പോഴും ഒരു ഇഞ്ച് അനങ്ങാതെ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിശ്ചയദാർഢ്യത്തോടെ തന്നെയാണ് ആ മനുഷ്യൻ നീങ്ങുന്നത്. അവിടെയാണ് ആ കരുത്തിന് 100-ൽ 100 മാർക്ക് കൊടുക്കേണ്ടത്. വോട്ടർ പട്ടികയിൽ ഉണ്ടാകുന്ന തിരിമറി ഒരു ചെറിയ തോതിലെങ്കിലും പിടിക്കപ്പെട്ടാൽ അതിലുണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. 40ഓളം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ വെറും 2000-ന് താഴെയുള്ള വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അധികാരത്തിൽ കയറിയതാണ് BJP സഖ്യം. ഒന്നാലോചിക്കണം, വോട്ട് ഷെയറിൽ അന്ന് മഹാഗഠബന്ധനും BJPയും തമ്മിൽ കേവലം 2.5 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളായിരുന്നു. ബീഹാർ പോലൊരു സംസ്ഥാനത്ത് കേവലം 2.5 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ചിന്തകൾ എത്രമാത്രം മഹാഗഠബന്ധൻ എന്ന ഈ ഒരു സംഘടിത ശക്തിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറി. നിതീഷ് കുമാറിൻ്റെ കൂത്തരങ്ങല്ല ബീഹാർ എന്ന് തെളിയിക്കാൻ യുവാക്കൾക്ക്, അവിടുത്തെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് കിട്ടിയിരിക്കുന്ന സുവർണ അവസരമായി തന്നെ ഇതിനെ ഉപയോഗിക്കണമെന്നാണ് തേജസ്വി യാദവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പറഞ്ഞിരിക്കുന്നത്. ബീഹാറിൽ കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനറായി കനയ്യകുമാർ കൂടി എത്തുന്നതോടെ അണിയരങ്ങ് ശക്തമാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ബീഹാറിൽ നടക്കാൻ പോകുന്നത് ഒരു കുരുക്ഷേത്ര യുദ്ധം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തോതിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അതിനുവേണ്ടി തന്നെയാണ് ഇന്ത്യ മുന്നണി ശക്തമായി കോപ്പ് കൂട്ടുന്നത്.